ഡോക്ടർ, നമ്മൾ ക്യാൻസർ നിർണയം, അത് ക്യാൻസർ പല ഘട്ടങ്ങളിലാണുള്ളത്. അപ്പോൾ ആ ഒരു നിർണയ സമയത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് മനസ്സിലാക്കി, അപ്പോൾ അങ്ങനെയുള്ളൊരു ചികിത്സാ രീതി വരുമ്പോൾ എങ്ങനെയാണ് ന്യൂക്ലിയർ മെഡിസിൻ അതിന് ഫലപ്രദമാവുന്നത്? ക്യാൻസർ രോഗനിർണയത്തിനും പെറ്റ് സ്കാനർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കൂടുതലും നമ്മൾ തുടർ ചികിത്സയും അതിൻ്റെ ചികിത്സയുടെ ഫോളോ അപ്പും അറിയാൻ വേണ്ടിയാണ് പെറ്റ് സ്കാനർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ക്യാൻസർ ചികിത്സയുടെ ഒരു അവിഭാജ്യമായ ഘടകമാണ് പെറ്റ് സ്കാനർ. അപ്പോൾ പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ഈ രോഗം ശരീരത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം കൃത്യമായി ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ എവിടെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞ് ക്യാൻസറിനെ സ്റ്റേജ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കാനായിട്ട് സാധിക്കും പെറ്റ് സ്കാനർ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും പിന്നീട് ഇതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, അതായത് നമ്മൾ മരുന്ന് കൊടുത്തത് കൊണ്ട് ഈ അസുഖം എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായി നമ്മളൊരു ഫോളോ അപ്പ് സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. പിന്നെ പുതിയ ഒരുപാട് മരുന്നുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. അതായത് ട്രീറ്റ്മെൻറ്റിലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രധാനമായും റേഡിയോ അയഡിൻ ഉപയോഗിച്ചിട്ട് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ചികിത്സ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ചികിത്സയിൽ റേഡിയോ അയഡിൻ തന്നെയാണ് ട്രീറ്റ്മെൻറ്റായിട്ട് വന്നിരിക്കുന്നത്. സർജറിക്ക് ശേഷം റേഡിയോ ആക്റ്റീവ് അയഡിൻ കൊടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡോട്ട മോളിക്യൂൾസ് ആണ്. അതിൽ ഇമേജിങ്ങിന്, അതായത് സ്കാൻ ചെയ്തറിയാനായിട്ട് ഗാലിയം ഡോട്ടറ്റേറ്റ് എന്ന മൂലകം ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്ത് എവിടെയൊക്കെയാണ് അസുഖമുള്ളത് എന്ന് കൃത്യമായി അറിയാനും ഈ മരുന്ന് നമ്മൾ കൊടുത്താൽ കൃത്യമായി ആ കലകളിൽ എത്തുമോ എന്നും അറിയാൻ സാധിക്കും. അങ്ങനെ അറിഞ്ഞതിന് ശേഷം നമ്മൾ അത് ട്രീറ്റ്മെൻറ്റ് മോഡിലേക്ക്, അതായത് ലുട്ടീഷ്യം ഡോട്ടറ്റേറ്റ് എന്ന മരുന്ന് കൊടുത്ത് കൃത്യമായി ആ സ്ഥലത്തെത്തി ആ ട്രീറ്റ്മെൻറ്റ് ഡെലിവറി ചെയ്യുകയും ചെയ്യും. അങ്ങനെ പല ക്യാൻസറുകൾക്കും, പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ, ലിംഫോമ, ഇപ്പോൾ ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസേഴ്സ്, അങ്ങനെ ഒരുപാട് ക്യാൻസറുകൾക്ക് ഇങ്ങനെയുള്ള ഒരു നൂതനമായ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ടാർഗറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ടാർഗറ്റഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ അസുഖമുള്ളത് അവിടെയാണ് ഈ റേഡിയേഷൻ എത്തുന്നത്. നമ്മൾ ബാഹ്യമായ ഒരു മെഷീൻ വെച്ച് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കലകൾക്ക് ചുറ്റുമുള്ള കലകളിലും കുറച്ച് റേഡിയേഷൻ കിട്ടും, കുറച്ച് പാർശ്വഫലങ്ങളുണ്ടാവും, നമുക്ക് സ്കിൻ ചേഞ്ചസ് ഉണ്ടാവാം, ഈ റേഡിയേഷൻ പോകുന്ന വഴിയിലുള്ള അവയവങ്ങൾ അഫക്റ്റഡ് ആവാം. പക്ഷേ ഇതിൽ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുമ്പോൾ ഈ മരുന്ന് നമ്മൾ കൊടുക്കുമ്പോൾ എവിടെയാണോ അസുഖമുള്ളത് അവിടെ മാത്രമേ ഇത് പോകുന്നുള്ളൂ. അപ്പോൾ ആ പാർശ്വഫലങ്ങൾ ഇല്ലാതെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് ന്യൂക്ലിയർ മെഡിസിൻ ചികിത്സയ്ക്ക് കഴിയും.